ഒരു ജീവിത സാക്ഷ്യം കേൾക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് ജീവിത സാക്ഷ്യത്തിലൂടെ യേശു ക്രിസ്തുവിനെ ഈ വേദിയിൽ പ്രഘോഷിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്രദർ വർഗീസ് AP ആണ്. തൃശ്ശൂർ അതിരൂപത അംഗമായ ഇദ്ദേഹം ഒരു മുഴുവൻ സമയ സുവിശേഷകനാണ്. ഡിവൈൻ ധ്യാന മന്ദിരത്തിലും ശുശ്രൂഷകൾ ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ബ്രദറിനെ ആദരപൂർവം ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-ാം തിരുവചനം കർത്താവ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ മഹനീയ വേദിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ യേശു എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളും യേശുവിന് വേണ്ടി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സാക്ഷ്യമായി അവതരിപ്പിക്കുവാൻ എനിക്ക് ദൈവം നൽകിയ ഈ മനോഹര നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1979 ആഗസ്റ്റ് 19-ാം തീയതിയാണ് എൻ്റെ വിവാഹം. അവിടുന്ന് തൊട്ടുള്ള എൻ്റെ ജീവചരിത്രമാണ് ഞാൻ നിങ്ങളുമായി അല്പസമയം കൊണ്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ 140 ഉറുപ്പ്യ ശമ്പളത്തിലാണ് ജോലി ചെയ്യണത്. ഒരു ദിവസമല്ല, ഒരു മാസം. 36 കൊല്ലം മുമ്പ് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് ഭാര്യയെക്കുറിച്ചും ഭാര്യയ്ക്ക് എന്നെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. സാധാരണഗതിയിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള സ്വപ്നങ്ങളൊന്നും നിറവേറാറില്ല എന്നെനിക്കറിയാറില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സ്വപ്നങ്ങളൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിറവേറാതെ വന്നപ്പോൾ നിരാശയും വെറുപ്പും വൈരാഗ്യവും രണ്ടുപേരുടെയും ഉള്ളിൽ ഉടലെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമാനാണ്. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും. ഭാര്യയോട് ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഉള്ളിൽ എൻ്റെ സ്വപ്നങ്ങൾ നിറവേറാത്തതിൻ്റെ പേരിലുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമൊക്കെ ഉള്ളിൽ നിലനിൽക്കുന്നുകൊണ്ട് കുറേശ്ശെ ആശ്വാസം കിട്ടാൻ വേണ്ടി മദ്യക്കുപ്പിയിൽ ആശ്വാസം തേടാൻ തുടങ്ങി. അപ്പോൾ എന്നിലുള്ള കോപം എല്ലാം ജ്വലിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ രണ്ടാമത് ഞാൻ പറയില്ല. രണ്ടാമത് എൻ്റെ കയ്യിൽ പോവുക ഭാര്യയുടെ മൂക്കത്തായിരിക്കും. അങ്ങനെ പലപ്പോഴും അവളുടെ മൂക്കത്തിന് ചോര വരുന്നത് നോക്കി ആസ്വദിച്ചിട്ടുണ്ട്. നീ നല്ലോണം അനുഭവിക്കടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ ക്രൂരനാണോ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പം അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല. ഹല്ലേലൂയ. എന്തായാലും വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മറ്റു ചില ആളുകളുമായി ബന്ധപ്പെട്ട് സ്വന്തമായ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് വളരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പണമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ ബ്ലേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ. എൻ്റെ പഠിപ്പും എല്ലാം അത് തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 5 മണിക്ക് ഓഫീസ് പൂട്ടിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഏതെങ്കിലും 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലേക്കായിരിക്കും. പിന്നെ ബ്ലേഡ് കമ്പനിയിലായിരിക്കുമ്പോൾ അന്യായമായി കിട്ടുന്ന പണവും അത് എൻ്റെ കുടുംബത്തിന് ഇരിക്കില്ല, അതെല്ലാം നശിച്ചു പോകുള്ളൂ. അതുകൊണ്ട് ആ പണം സമ്പാദിക്കാൻ പാടില്ല എന്നതായിരുന്നു എൻ്റെ അറിവ്. അപ്പോൾ ആ പണം എന്ത് ചെയ്യണം? അത് ബാറുകളിലും ബ്രാൻഡ് ഷാപ്പുകളെല്ലാം കൊടുത്ത് ചിലവാക്കി കളയണം. അങ്ങനെ വീട്ടിൽ വരുമ്പം ഭാര്യനെ അടിക്കുകയോ ചീത്ത ചെയ്യുമ്പോഴെല്ലാം അമ്മ എൻ്റെ അടുത്ത് വന്ന് കരയും. മോനെ, നീ ഇങ്ങനെ ചെയ്യലടാ, അതൊരു പാവല്ലേ എന്ന് പറയും. അപ്പം ഞാൻ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒരു വാണിയും കൊടുക്കും. ഞാൻ മദ്യം കഴിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെ അടിക്കുന്നു, ചീത്ത പറയുന്നു എന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഡാഷ് ഡാഷ് ഡാഷ്, അത് അതിനേക്കാളും വലിയ കാര്യം. എന്തായാലും വളരെയധികം സഹിച്ച് നിശബ്ദമായി എന്നോടൊന്നും മറുപടി പറയാതെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഭാര്യ
എൻ്റെ മാനസാന്തരത്തിന് ഒരു വഴിയൊരുക്കുകയായിരുന്നു. 1983 മെയ് മാസം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എൻ്റെ ഇടവകയിൽ പോട്ട ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ എൻ്റെ വികാരിയച്ഛൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ചെറുപ്പം മുതൽ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും മിടുക്കനും എല്ലാ കാര്യങ്ങളും ഓടി നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വികാരിച്ചനോട് എൻ്റെ അമ്മ സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകനെ ഒന്ന് നിയന്ത്രിക്കണം അച്ഛനോട് ഞാൻ പറയാൻ പാടില്ല എന്നാണ് നിയമം, അറിയരുത്, അവനിങ്ങനെ ഭാര്യനെ അടിക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കും, ഞാനും എൻ്റെ ഭർത്താവും പറഞ്ഞാവും അനുസരിക്കില്ല. അപ്പം അച്ഛന്മാരെ ഭയങ്കര പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ ധ്യാനത്തിൻ്റെ കാലത്തും വൈകിട്ടുമുള്ള പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാനിടയായത്. 2-ാമത്തെ ദിവസം പാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും എല്ലാം ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിലൂടെ അച്ഛൻ പറഞ്ഞു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 വചനം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ പാപജീവിതം ഉപേക്ഷിച്ച് ഒരു നല്ല ക്രിസ്തീയ ജീവിതം, വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും മക്കളും രക്ഷപ്പെടും എന്ന ഒരു ബോധ്യത്തിലേക്ക് വളർന്നപ്പോൾ എൻ്റെ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് നല്ല ഒരു ഭർത്താവായി നല്ല ഒരു അപ്പച്ചനായി ജീവിക്കുവാനുള്ള അവസ്ഥയിലേക്ക് തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ ദിവസം ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെ നേതൃത്വത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ്സും ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അനുരഞ്ജനപ്പെടുവാനുള്ള അവസരവും അങ്ങനെ ഞങ്ങളുടെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ച് പനക്കലച്ചൻ ഞങ്ങളെ വിട്ടതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, ഭാര്യയെ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ഏകദേശം 32 വർഷമായി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ നല്ലോണം പതിഞ്ഞപ്പോൾ ഞാൻ എവിടേക്കാണ് സാക്ഷിയായിട്ട് ജീവിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി തന്ന സന്ദേശം എങ്ങനെയായിരുന്നു? നിൻ്റെ കുടുംബമാകുന്ന ജെറൂസലേമിലും നിൻ്റെ ഇടവയാകുന്ന യൂദയായിലും വിജാതീയരായ മറ്റു മനുഷ്യരുടെ ഇടയിലും സമരിയക്കാരുടെ ഇടയിലും നീ എനിക്ക് സാക്ഷിയായി ജീവിക്കണം. അപ്പോൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകണ്ടേ? അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും ലോകത്തിൽ ജീവിക്കാൻ മരണം എന്ന ഒരു അതിർത്തിയുണ്ട്. അതാണ് നമ്മുടെ അതിർത്തി. അല്ലാതെ നമുക്കെല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോയി സാക്ഷിയാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം മരണം വരെ ദൈവം എന്നെ ഏതെല്ലാം മേഖലകളിലേക്ക് അയക്കുന്നുവോ അവിടെ ഞാൻ ദൈവരാജ്യത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാനസാന്തരം വന്നെങ്കിലും ഞാൻ ഇടവകയിൽ കുടുംബത്തിൽ ആദ്യത്തെ പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ എൻ്റെ ആരംഭം പ്രഭാതത്തിൽ 1 മണിക്കൂറും പ്രദോഷത്തിൽ 1 മണിക്കൂറും കുടുംബ പ്രാർത്ഥന നടത്തുക എന്നതായിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ, ഇടവക ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി മാറുവാൻ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനം, ഊർജ്ജസ്വലമായ ദൈവവചനം, അത് പറയുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ഹൃദയത്തിൽ ചലനമുണ്ടാക്കുമെന്ന തിരുവചനം ഹെബ്രായർ 4:12 അത് നിറവേറ്റുവാൻ എൻ്റെ വികാരത്തിനോട് അനുവാദം ചോദിച്ച് ഞായറാഴ്ച കാറ്റഗിസം പഠിപ്പിക്കുവാൻ വേദോപദേശ അധ്യാപകനായിട്ട് ഞാൻ ചേർന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാമല്ലോ എന്നതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു നിരാശയുണ്ടായി. അന്നത്തെ പാഠ്യ പദ്ധതികളെല്ലാം തന്നെ ദൈവവചനത്തിൻ്റെ അനുസൃതമായിരുന്നില്ല, പകരം അറിവിൻ്റെ വെളിച്ചത്തിലും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. ഇനി ഇതിന് എന്തു ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, നമുക്കിതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം. ഭാര്യയോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ ആരംഭിക്കണം.
നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇതാണ്. സഭയിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപദ്ധതികളും ദൈവവചനത്തിന് അനുസൃതമായ രീതിയിൽ രൂപാന്തരപ്പെടണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സഭാധികാരികളെയും പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ച് ആരും അറിയാത്ത ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എനിക്കും ഭാര്യയ്ക്കും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 1986 മുതൽ 2 അത്ഭുതങ്ങൾ സംഭവിച്ചു. പോട്ട ആശ്രമത്തിൽ നിന്ന് ദൈവവചനത്തിന് അനുസൃതമായി സുവിശേഷം പ്രചരിപ്പിക്കുന്ന വചനോത്സവം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. സഭയിലും ഒരു പുതിയ മാറ്റം സംഭവിച്ചു. എല്ലാ ക്ലാസ്സുകളിലും ദൈവവചനത്തിന് അനുസൃതമായ രീതിയിൽ പാഠപദ്ധതി രൂപം കൊണ്ടു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം, എനിക്കും നിനക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് സഭയിലൂടെയും ലോകം മുഴുവനുടെയും മാറ്റം വരുത്താൻ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ അപ്പോൾ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ വഴി രക്ഷിതാക്കളുമായി ബന്ധപ്പെടുവാൻ തുടങ്ങി. കുടുംബങ്ങളിൽ ആവശ്യമില്ലാത്ത കുറേ വാരികകളും ആവശ്യമില്ലാത്ത കുറേ പുസ്തകങ്ങളും വായിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളെല്ലാം കടന്നു ചെന്ന് വചനോത്സവം, മേരി വിജയം മാസികകളെല്ലാം കുടുംബങ്ങളിൽ എത്തിച്ചേരുവാനും ബൈബിളില്ലാത്ത ഭവനങ്ങളിൽ ബൈബിൾ എത്തിച്ചേരുവാനും അതിനുവേണ്ടിയുള്ള പ്രയത്നം ആരംഭിച്ചു. എൻ്റെ ഇടവകയിൽ എല്ലാ കുടുംബങ്ങളിലും ബൈബിൾ എത്തിച്ചേരണം, എല്ലാ കുടുംബങ്ങളിലും ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ എത്തിച്ചേരണം. ഈ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ മക്കൾ സജീവമായിട്ട് പങ്കുകൊള്ളും. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർ ഈ പ്രാർത്ഥനയിൽ ഉറക്കം തൂങ്ങാതെ ആ പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും അവർ 3 പേരും പങ്കെടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ 3 മക്കൾക്കും ഒരേ സമയം ബാല TB രോഗം കണ്ടുപിടിക്കപ്പെട്ടു. ഒരു മാസം 300 ഉറുപ്പികയുടെ മരുന്ന് 3 മക്കൾക്കും ആവശ്യമാണ്. മരുന്നിന് 300 ഉറുപ്പിക മാറ്റിവെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ആകെ ശമ്പളം 160 രൂപയുള്ളൂ. അതിൽ നിന്ന് 300 ഉറുപ്പിക ശമ്പളം മാറ്റിവെക്കാൻ സാധ്യമല്ലല്ലോ. അപ്പം ഞാൻ ഈ മക്കളെയും കൂട്ടി പോട്ട ആശ്രമത്തിലേക്ക് ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാൻ പോകും. ആ ഉപവാസ പ്രാർത്ഥനയിൽ കൊച്ചുമക്കളും സജീവമായി പങ്കുകൊള്ളുമായിരുന്നു. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 3-ാമത്തെ ആഴ്ച മാത്യു നായക്കൻ പറമ്പച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 3 മക്കളെയും കൂട്ടി ഒരു കുടുംബം, മാതാപിതാക്കൾ ഇവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. മക്കൾക്ക് ബാല TB ആണ് രോഗം. കർത്താവ് ഇപ്പോൾ ഈ നിമിഷം തന്നെ 3 മക്കളെയും സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിൻ്റെ അടുത്ത ദിവസം തൃശ്ശൂർ പോളിക്ലിനിക് പ്രൈവറ്റ് ലിമിറ്റഡിൽ പോയി 3 മക്കളെയും പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്ന് ആവശ്യമില്ല, ഇപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കാണെങ്കിൽ പൈൽസിൻ്റെ രോഗം വളരെ ശക്തമായിരുന്നു. പലതരത്തിലുള്ള പൈൽസ് രോഗമുണ്ട്. എന്നെ സംബന്ധിച്ച് രക്തം മാർന്നു പോകുന്ന, അത് വളരെ വേദനയും നീറ്റവും ഉണ്ടാകും ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ. അടുത്ത ആഴ്ച മാത്യു നായക്കൻ പറമ്പച്ചൻ ഇങ്ങനെ സന്ദേശം പറയുന്നു, പൈൽസിൻ്റെ രോഗത്താൽ വേദനിക്കപ്പെട്ട് കടന്നു വരുന്ന, കുടുംബത്തോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സഹോദരൻ വർഗീസിൻ്റെ പൈൽസിൻ്റെ രോഗത്താൽ ബാധിക്കുന്ന രക്തസ്രാവവും അതുമായി ബന്ധപ്പെട്ട വേദനകളും നീറ്റവും വേദനയും കർത്താവ് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം പടിപടിയായി എന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ അതിരൂപതയിൽ
മേരിമാത അപ്പസ്തോലിക് പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളിയച്ചൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അവരുടെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തെ കൂടെ കൂട്ടിച്ചേർക്കണമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയനുസരിച്ച് ഞങ്ങളുടെ 18 കുടുംബങ്ങളിൽ മാസത്തിൽ 3-ാം വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുമായിരുന്നു. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ദൈവം ഇടവരുത്തുകയും ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുടെ ത്യാഗത്തിൻ്റെ വിലയായ ആ വരുമാനം കൊണ്ട് ധാന്യം സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രത്തിൽ 1989 മുതൽ സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവാനുഭവത്തിലൂടെ ദൈവമകനായി നാം സ്വീകരിക്കപ്പെട്ടപ്പോൾ ഈ ലോകം നമുക്ക് നൽകിയ എല്ലാ തിന്മകളും നന്മയ്ക്കായി നമുക്ക് മാറ്റിത്തരുമെന്ന് റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനങ്ങളിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റിത്തരുമെന്ന് നമുക്ക് അറിയാമല്ലോ എന്നാണ് പൗലോസ്ലീഹ എഴുതിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇത്തരം ശുശ്രൂഷകളുമായി നാം നീങ്ങുമ്പോൾ സമൂഹത്തിൽ നിന്ന് പല വിധത്തിലുള്ള എതിർപ്പുകളും എനിക്ക് കാരണമായിട്ടുണ്ട്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുവാൻ, രോഗങ്ങളാൽ വേദനിക്കുന്ന വ്യക്തികളെ കാണുവാൻ പോകുവാൻ, അങ്ങനെ ഞായറാഴ്ച ഉച്ചവരെ ദേവാലയത്തിൽ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കിടപ്പ് രോഗികളെ അന്വേഷിച്ച് നടക്കുക പതിവായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ ഇടപെടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതകരമായ ഒരുപാട് അടയാളങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു സംഭവം ഓർമ്മ വരികയാണ്. 18 വർഷമായി 2 കാലുകളും തളർന്ന ഒരമ്മ 2 മക്കളെ പ്രസവിച്ച്, 2ാമത്തെ മകളെ പ്രസവിച്ചതിന് ശേഷമാണ് അമ്മ തളർന്നത്. എങ്കിലും ആ അമ്മ ഇരുന്ന് നിരഞ്ഞിക്കൊണ്ട് മക്കൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു അമ്മച്ചിയെ കാണാനായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി പോവുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്താ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് കാണാമെന്നതാണ്. അങ്ങനെ ഈ സഹോദരിയുടെ അമ്മ അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വല്ല കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് വെച്ചു. എന്താ ചെയ്തു തരണ്ടേന്ന് വെച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 18 വർഷമായി എൻ്റെ മകളിങ്ങനെ ഇരുന്ന് നിരങ്ങുന്നു. ഒരു വീൽ ചെയർ വാങ്ങിക്കിട്ടാൻ ഒരാൾ പോലും ഇതുവരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ചേട്ടന് സാധിക്കുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാമോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായി ഒരു സാധ്യതയുമില്ല. പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയാൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സമ്പന്നനായ ഒരു നല്ല മനുഷ്യനെ കണ്ടു. എൻ്റെ പരിചയമുള്ളവളാണ്. എവിടെന്നാ വർഗീസ് വരുന്നേ? ഞാൻ ഇങ്ങനൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്. അവർക്കൊരു വീൽ ചെയർ കിട്ടിയാൽ സന്തോഷമാകുമായിരുന്നു. വാങ്ങിക്കൊടുക്കണോ? വാങ്ങിക്കൊടുക്കാം, എന്നാൽ എൻ്റെ കാറിൽ കയറ്. പ്രിയപ്പെട്ടവരെ, അന്ന് 3:30 മണിക്ക് ആ സഹോദരിക്ക് ആവശ്യമുള്ള വീൽ ചെയർ കർത്താവ് ആ വീട്ടിലെത്തിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു സംഭവമല്ല. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. പക്ഷേ പാവപ്പെട്ടവരുടെ കുടുംബത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോടൊത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുവാൻ, അത് കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ആ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1990 ആയപ്പോഴേക്കും കർത്താവ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് മറ്റൊരു ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടറത്തിനായിട്ട് പരിചയപ്പെട്ടു. പാലക്കാട് മൗണ്ട് സീനായി ധ്യാനകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ശുശ്രൂഷകനായിട്ട് അച്ഛൻ എന്നെ വിളിച്ചു. അവിടെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരാണ് വരുന്നത്. വർഗീസേട്ടൻ അവർക്ക് കൗൺസിലിംഗ് നടത്തണം, അവസരം കിട്ടുകയാണെങ്കിൽ വചനപ്രഘോഷണം നടത്താം. പ്രിയപ്പെട്ടവരെ, ഈ 2 ധ്യാനകേന്ദ്രങ്ങളിലെ പരിശുദ്ധാത്മാവ് കൂടുതൽ ശുശ്രൂഷയിലേക്ക് എന്നെ വളർത്തുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ ജോലി ഞാൻ രാജിവെച്ചിട്ടില്ല. കമ്പനിയുടെ MD എന്നുള്ള നിലയ്ക്ക്, ഫൈനാൻസിങ് കമ്പനിയുടെ MD എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറുവാൻ എനിക്കൊരു ജോലി വേണ്ടേ? അതുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 90 ആയപ്പോഴേക്കും ഞാനുമായി ബന്ധപ്പെട്ട
എല്ലാ കമ്പനികളും ഓരോന്നോരോന്നായി പൊളിയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവസാനം നാട്ടുകാർക്ക് കൊടുത്തു തീർക്കുവാനുള്ള പണം കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം പണയം ചെയ്ത് ഏകദേശം 5 ലക്ഷം രൂപയോളം കടബാധ്യതയിലായിരിക്കുമ്പോൾ കമ്പനി പൊളിയുകയും ജോലി നഷ്ടപ്പെടുകയും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചാണ് അറ്റാക്ക് വന്നത്. എന്തായാലും ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഉടനെ ഒരു ഓപ്പറേഷൻ വേണം, തൻ്റെ വാൽവ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പം അതിന് എന്ത് വരും ഡോക്ടറുടെ ചിലവ്? 1.5 ലക്ഷം രൂപ വരും അന്നത്തെ കണക്കിൽ. ഞാൻ പറഞ്ഞു 1.5 ലക്ഷം പോയിട്ട് 1.5 രൂപ എടുക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, 2 ആഴ്ചയിലത്തെ മരുന്ന് എഴുതി തന്നു എൻ്റെ ജീവൻ നിലനിർത്തുക. അപ്പോൾ ജീവൻ നിലനിർത്തുന്നത് എൻ്റെ പണിയല്ല, അത് ദൈവത്തിൻ്റെ പണിയാന്ന് പറഞ്ഞു. എന്നാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനാണ് ഞാനിപ്പോൾ തീരുമാനിക്കണേ. എൻ്റെ ഹാർട്ട് പരിശോധിക്കാൻ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അത് എവിടേക്കാന്ന് ചോദിച്ചപ്പോൾ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ ഹാർട്ട് പരിശോധിക്കാൻ 2 ആഴ്ചയിലെ ഉളിയും കയ്യിൽ വെച്ച് ഒരു ദിവസത്തേക്ക് 12 ഗുളിക വെച്ച് ഒരാഴ്ചയിലേക്കുള്ള ഗുളിക കയ്യിൽ വെച്ച് ചെന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസം തന്നെ ആരാധന തുടങ്ങിയ സമയത്ത് പനക്കിലച്ചൻ്റെ അതരങ്ങളിലൂടെ ഇങ്ങനൊരു സന്ദേശം വരികയാണ്. ഹാർട്ടിൻ്റെ വാൽവ് ബ്ലോക്കായിട്ട് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന സഹോദരനെ ഹാർട്ട് സംബന്ധമായ എല്ലാ രോഗങ്ങളും പൂർണ്ണമായി സൗഖ്യം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ സംശയിച്ചു, തോമസ് ലീയെ പോലെ. എൻ്റെ നമ്പർ 3868. അതിനു മുമ്പും അതിനു ശേഷവും എത്ര മനുഷ്യർ വർഗീസുമാർ ഈ സമൂഹത്തിലുണ്ട്. 10,000 പേര് ധ്യാനം കൂടുന്ന ഈ സമൂഹത്തിൽ ഞാനാണ് ഈ വർഗീസ് എന്ന് എനിക്കെന്താ തെളിവ്? ഞാൻ തമ്പ്രാനോട് ചോദിക്കുകയാണ്. ഉടനെ പനക്കിലച്ചൻ്റെ അതരത്തിലൂടെ ഒരു തെളിവ് ഇങ്ങനെ വരികയാണ്. സൂട്ട് കേസിൽ 10 ദിവസത്തെ 120 ഗുളിയും കയ്യിൽ വെച്ചിട്ടാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. ഇറച്ചി മുട്ട ഒന്നും തിന്നാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈശോ പറയാണ്, മോനെ നിന്നെ എനിക്ക് വേണം, നിന്നെ പൂർണ്ണമായി ഞാൻ സൗഖ്യം തന്നിരിക്കുന്നു. ആ നിമിഷം തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു. എൻ്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ ആ സമയത്ത് എത്രത്തോളം കരഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, വർഗീസ് താങ്കളാണല്ലേ, കർത്താവ് നിങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാ നിങ്ങളുടെ കണ്ണ് തുറന്ന് ഷർട്ടിലേക്കൊന്ന് നോക്കിയേൻ, എൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നുമല്ല, 3-4 നിമിഷത്തോളം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, റോമ 10:9 വചനം അരുളി ചെയ്യുന്നു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ സാക്ഷ്യം അനുഭവങ്ങൾ പറയാനായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട വല്ലൂരാനച്ചനായിരുന്നു ഇത് കേൾക്കാൻ നേർന്നത്. വല്ലൂരാനച്ചൻ എന്നോട് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, സഹോദരൻ ഇപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് വേലയാണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടവകയിൽ കുട്ടികളെ വേദോപദേശം പഠിപ്പിക്കുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് പറ്റാവുന്ന നന്മ ചെയ്യുന്നുണ്ട്, കുറേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, യേശു കർത്താവാണെന്ന് നിന്റെ ആദരം കൊണ്ട് ഏറ്റുപറയുകയും അത് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള ദൈവം നിന്റെ ശുശ്രൂഷയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഈ സൗഖ്യം. പ്രിയപ്പെട്ടവരെ, അതിലൂടെ ഒന്നും കൂടെ ഞാൻ ധ്യാനിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മളൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആദരം കൊണ്ട് ഏറ്റുപറയാൻ പലപ്പോഴും നമുക്ക് മടിയും ലജ്ജയുമാണ്. ഈ 2 രീതിയിൽ നമ്മൾ എന്ത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവോ അത് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് എൻ്റെ രക്ഷ പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും സാക്ഷിയായി ജീവിക്കണം. യേശു എനിക്ക് നൽകിയ എന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. അപ്പോഴാണ് കേൾക്കുന്നവൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും
യേശുവിലേക്ക് വിശ്വാസമുള്ള ധാരാളം മക്കൾ കടന്നു വരികയും ചെയ്യും. ഞങ്ങളുടെ അടുത്തുള്ള മറ്റു 2 ഇടവകളും കൂടി ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ മറ്റുള്ള പഞ്ചായത്തുകളിലും പള്ളികളിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുവാനും എൻ്റെ ഇടവകയിൽ പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങാനും എല്ലാം ദൈവം അനുവദിച്ചു. പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൺവെൻഷനുകളും കരിസ്മാറ്റിക് ശുശ്രൂഷകളും നടത്താൻ തുടങ്ങിയത്. ഹല്ലേലൂയ. മദ്യപാനത്തിന് അടിമപ്പെട്ട് കഴിയുന്ന മനുഷ്യർ, മാറാ രോഗികൾ, അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോട്ട ആശ്രമത്തിലും ഡിവൈൻ ധ്യാന മന്ദിരത്തിലും അയക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അടുത്ത ഗ്രാമത്തിൽ വേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിരന്തരം മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞതനുസരിച്ച് ആ മകനെ സ്നേഹത്തോടു കൂട്ടി പോട്ടാശ്രമത്തിലേക്ക് കൊണ്ടുപോയി. താമസിച്ചുള്ള ധ്യാനത്തിനൊന്നും ഇഷ്ടമില്ല, ഒരു ദിവസം ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശനിയാഴ്ച ബഹുമാനപ്പെട്ട മാത്യു നായക്കമ്പറമ്പത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനെ കിട്ടി. അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വേലായുധ, നിനക്ക് ഇനി മദ്യപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം കഴിഞ്ഞിട്ട് 17-18 വർഷത്തോളമായി. ഇന്നും ആ മനുഷ്യൻ്റെ ആ അക്രൈസ്തവനായ മനുഷ്യൻ്റെ മുറിയിൽ മാതാവ്, ഔസപിതാവ്, ഈശോയുടെ ദൃഹൃദയം, ഒരു 25 കൊന്തയുണ്ട്. ഇന്നും ആ മകൻ പ്രാർത്ഥനാ നിരതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ, ആ സൗഖ്യ അനുഭവം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ, എനിക്ക് കിട്ടിയപ്പോൾ, ഞാൻ ഈശോയോട് ഒരു വാക്ക് കൊടുത്തു. ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും പരിശോധിച്ചാൽ എനിക്ക് മരുന്ന് വേണ്ട, ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ ജോലി പൂർണ്ണമായി രാജിവെച്ച് എൻ്റെ ഈ ഫൈനാൻസിങ് കമ്പനിയുമായി ബന്ധങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ച് മുഴുവൻ സമയവും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ വാഗ്ദാനം പനക്കിലച്ചനോട് പറയുകയും പനക്കിലച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുക്കി. എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, തമിഴ്നാടുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. തമിഴ്നാട്ടിൽ എനിക്ക് ഒത്തിരി ബന്ധുജനങ്ങളുണ്ട്. ഒപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾക്കും തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തമിഴ്നാട്ടിലുള്ള മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അതിനു മുമ്പേ തന്നെ ഒരു കാനാൻ ദേശമായി നോക്കിക്കാണുവാനാണ് മോനെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിൽ തമിഴിൽ ധ്യാനം കൂടിയിട്ട് അടുത്ത ആഴ്ച തമിഴ് മക്കൾക്ക് വേണ്ടി കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ആ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ 96 മാർച്ച് ഏപ്രിൽ മുതൽ ജോലിക്ക് ശുശ്രൂഷയ്ക്ക് കടന്നതിന് ശേഷം ഒരുപാട് വിജാതിയുടെ ഇടയിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ അയക്കുകയായിരുന്നു. തമിഴ് ഭാഷ അറിയാത്ത എന്നെ തമിഴ്നാട്ടിലെ ഒരു പള്ളിയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചു. ഞാൻ പറഞ്ഞു, തമിഴിൽ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ഇല്ലല്ലോ അച്ഛാ, അതൊക്കെ പരിശുദ്ധാത്മാവ് നയിച്ചോളൂ, അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു. അച്ഛനൊരു തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾ മലയാളത്തിൽ പ്രസംഗിച്ചോ. മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ തമിഴ് വചനം നാവിൽ കൊത്തിവെച്ച് തരാൻ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു. 2.5 മണിക്കൂർ സമയം പ്രസംഗിക്കാൻ തന്നു. പ്രിയപ്പെട്ടവരെ, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി തമിഴ് ഭാഷയിലേക്ക് ഞാൻ പ്രസംഗം മാറിപ്പോയി. ധ്യാനം കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, തമിഴ് അറിയില്ല എന്ന് പറയുന്ന ആൾ തമിഴിൽ നന്നായിട്ട് പ്രസംഗിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ നല്ല തമിഴിലാണ് പ്രസംഗിച്ചത്, പക്ഷെ ഞാനെന്താ പ്രസംഗിച്ചതെന്ന് എനിക്ക് പിടിയില്ല, പരിശുദ്ധാത്മാവ് പ്രസംഗിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അന്ന് അവിടുത്തെ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, തമിഴ്നാട് മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനിടയിൽ ഷാലോം മാഗസിൻ 1996 മുതൽ ഞാൻ ഏജൻസി ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് ആ പ്രചോദനം തരുമ്പോൾ
തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ 10 കോപ്പി എടുക്കാൻ 750 രൂപ കൊടുക്കാൻ അന്ന് എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്കറിയാം, കടബാധ്യതയുണ്ട്, ദാരിദ്ര്യമുണ്ട്, മക്കളെ പഠിപ്പിക്കണം, കുടുംബം നടത്തണം, ഇതെല്ലാം ഇങ്ങനെ നടക്കും. പക്ഷേ ഞങ്ങളുടെ ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു ചേർത്തിയുണ്ട്. ആൾക്ക് ഇത്തിരി സമ്പത്തൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ, മേരി ചേർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ, സാമ്പത്തിക മേഖലയുള്ള കൊടുക്കേണ്ടതാണെങ്കിൽ അവർ ആ പണം കയ്യിൽ വെച്ച് വരും. എന്നിട്ട് ആ വ്യക്തിനെ രഹസ്യമായി കണ്ടിട്ട് നിനക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയണ്ടല്ലോ, ശരിയാണെങ്കിൽ നീ ഇത് വെച്ചോ, ആരും അറിയേണ്ട ഉപയോഗിച്ചോളാൻ പറയും. ഇതുപോലെ അടുത്ത ഞായറാഴ്ച വന്നപ്പം മേരി ചേച്ചി എന്നോട് സ്വകാര്യം വിളിച്ചിട്ട് പറഞ്ഞു, വർഗീസേ, നിൻ്റെ ഉള്ളിലൊരു 750 രൂപ പ്രോജക്റ്റ് കിടന്ന് കളിക്കുന്നുണ്ട് അത്രേ. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എന്താ ഈ പ്രോജക്റ്റ്? ഞാൻ പറഞ്ഞു, 10 മാഗസിൻ, ചാളവും മാഗസിൻ എടുത്ത് ഇവിടുത്തെ രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നോടിങ്ങനെ ചെയ്യാൻ പറഞ്ഞ മനസ്സിലിങ്ങനെ ഭയങ്കര പുഷിങ്ങാണ്. നീ അതിനു വേണ്ടി പേടിക്കൊന്നും വേണ്ട, ആരും അറിയണ്ട, നാളെ തൊട്ട് ഈ ഏജൻസി തുടങ്ങിയോ, ദേനാണ് കാശ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അന്ന് പരിശുദ്ധാത്മാവ് തന്ന ആ 750 രൂപ കൊടുത്ത് 10 മാഗസിൻ എടുത്ത് ആരംഭിച്ച ആ ശുശ്രൂഷയുടെ ആ നിമിഷം മുതൽ ഇന്ന് വരെ 10 രൂപയ്ക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടിയിട്ടില്ല. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മക്കൾ വലുതായി വന്നു. എൻ്റെ ചേർത്തേനിയത്തിയുള്ള മക്കളെല്ലാം BTechനും BEക്കും പഠിക്കുമ്പോൾ എൻ്റെ മകനെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ വേദന ഒരു ഭാഗത്ത്. ഞാൻ കടം മേടിക്കാൻ ഇരിക്കുന്ന പറമ്പൻ്റെ ആധാരം ബാങ്കിലാണ്. ഇതിനിടയിൽ ശാലോമിൽ നിന്ന് ഞങ്ങളുടെ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നു. ഞങ്ങളോട് റെഡി ആവാൻ പറഞ്ഞു. ശനിയാഴ്ച ദിവസം രാത്രി 10 മണിക്ക് അരമണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ശാലോം ടെലിവിഷനിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സംഗതിയെല്ലാം കഴിഞ്ഞ് എനിക്കൊരു തീം തന്നു. ഞങ്ങൾക്കൊരു തീം തരും. കടബാധിതകൾ തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾക്ക് തന്ന തീം. ഞങ്ങളുടെ അച്ഛൻ നടുവിലിരിക്കും. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. മേട്ടുപ്പാളയം പള്ളിയിൽ ചെന്നപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്താ സാക്ഷ്യം? അപ്പോൾ ഈ മോള് പറഞ്ഞു, ബ്രദറെ, ഇതേ പാൻറ് ഷർട്ട് ഇട്ടിട്ട് ശാലോമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോൾ കണ്ടു? ഒരു ശനിയാഴ്ച രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾ നടത്തുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ 3 ലക്ഷം രൂപ കടബാധ്യത കൊണ്ട് ഇരിക്കുന്ന വീട് ജപ്തി ചെയ്യാൻ നിൽക്കുന്ന സമയമായിരുന്നു. അമ്മ ശാലോം തുറന്ന് നോക്കിയപ്പോൾ കടബാധ്യതയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരം. അപ്പച്ചന് ഞങ്ങളെല്ലാവരും വിളിച്ചു, നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ ടെലിവിഷൻ്റെ മുമ്പിൽ മുട്ടുകുത്താം, അങ്ങനെ ഇതിനോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കുട്ടി പറഞ്ഞു, 2 മാസത്തിനുള്ളിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചു. 3 ലക്ഷം രൂപ കടവും മേടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ 5 ലക്ഷം രൂപയിൽ ഏകദേശം 2.5 ലക്ഷം രൂപ കടബാധ്യത കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. 6 മാസത്തിനുള്ളിൽ എൻ്റെ കടവും കർത്താവ് വീട്ടിൽ തന്നു, എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ ടെലിവിഷൻ പ്രോഗ്രാം വഴി ലോകത്തിൽ എത്രയോ മനുഷ്യരെ ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ട്, എത്രയോ മനുഷ്യരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ ചിന്തിച്ചത്. നീ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷിയായി മാറും എന്ന ദൈവത്തിൻ്റെ വലിയ ആ സന്ദേശം എനിക്ക് എല്ലാ സ്ഥലത്തും പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത്ഭുതകരമായ ഇത്തരം വഴികളിലൂടെ ഇന്നും ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴെല്ലാം നമ്മളൊരു സത്യം തിരിച്ചറിയണം. സകലത്തിൻ്റെ ബലിവേദിയിലൂടെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ആത്മീയമായി വളർത്തുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവന് കുരിശുണ്ട്. യേശു ചോദിച്ച അതേ കുരിശിൻ്റെ വഴിയിലൂടെ അവൻ നടന്നു നീങ്ങണം. 1 യോഹന്നാൻ 2:6 പറയുന്നുണ്ട്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഈറോഡ് വെച്ചിട്ട് ഒരു പോക്കറ്റടി സംഘം എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്, ഒരുപാട് ആളുകളെ മാഗസിനിൽ
ഏജൻസികളായിട്ട് ചേർത്തി തരാം. പള്ളിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കൂടെ പോയി എവിടെയോ ഒരു വിജനമായ സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ എന്നെ നടത്തി കൊണ്ടുപോയി. എവിടെ നിൻ്റെ വീട്? അതിൻ്റെ ആ റെയിൽവേ ലൈനിൻ്റെ തൊട്ടപ്പുറത്ത്. അങ്ങനെ നടന്ന് റെയിൽവേ ലൈൻ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് ഇറങ്ങാൻ. റെയിൽവേ ലൈനിൽ കയറിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു വചനം ഇങ്ങനെ വന്നു. ജോഷുവ 1:9 പറയുന്നു, നീ ശക്തനും ധീരനുമായിരിക്കണമെന്നും പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ വചനം എൻ്റെ മനസ്സിൽ ഭയം അലട്ടുന്നുണ്ടായിരുന്നു. കാരണം കൊണ്ടുപോകുന്നത് കാട്ടാളന്മാരുടെ വായിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ രക്ഷപ്പെടാൻ എനിക്ക് യാതൊരു മാർഗവുമില്ല. അവിടെ ഞാൻ ഓടിയാലും അവരെന്നെ പിടിക്കും. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഇറങ്ങി. റെയിൽവേ ലൈൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ താഴത്ത് ചെന്നപ്പോൾ ഏകദേശം 30 അടി ഉയര വ്യത്യാസമുണ്ട്. കുറച്ച് മദ്യപാനികളും മയക്കുമരുന്ന് അടിച്ച ചില ചെറുപ്പക്കാർ വന്നു. എന്നെ അടിക്കാനും പിടിക്കാനും പോക്കറ്റിൽ കൈയിടാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, തമിഴിലാണ് സംസാരിച്ചത്, നിങ്ങൾക്ക് പണമല്ലേ വേണ്ടോ? നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ അടിക്കണേ? നിങ്ങളെ അപ്പൻ്റെ പ്രായമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. അങ്ങനെ എല്ലാം എടുത്ത് കയ്യിലാക്കി, മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലാക്കി. എന്നോട് പറഞ്ഞു ആ മെറ്റലിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു മെറ്റൽ കൂട്ടുണ്ട് വെയിലത്ത്, അവിടെ ഇരുത്തിയിട്ട് ഒരു 5-10 അടി നീളമുള്ള ഒരു വലിയ വടി എൻ്റെ തലയ്ക്ക് നേരെ ഇങ്ങനെ പിടിച്ചു ഒരുത്താൻ. എന്നിട്ട് മറ്റവൻ ആ ATM കാർഡ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, പാരേ നീ പോയി ചൊല്ലക്കൂടാതെ, ഇതിനുടെ കറക്റ്റ് പിൻ നമ്പർ നീ ചൊല്ലണം, എவ்வளவு ബാക്കിയിരിക്കും നീ ചൊല്ലണം, ബാങ്കിൽ എത്ര ബാക്കിയുണ്ടെന്നുള്ളത് നീ പറയണം, പിൻകോഡ് നമ്പർ കറക്റ്റായിട്ട് പറയണം. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, ബാങ്കിൽ 6000 രൂപ ബാലൻസ് ഉണ്ട്, നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ അത് പോയി എടുത്തിട്ട് ഇങ്ങോട്ട് പോരെ. എനിക്കൊരു പേടിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം, നിങ്ങൾ എന്നെ തല്ലാണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് എൻ്റെ പണമല്ലേ വേണ്ടു, ആ പൈസ കിട്ടിയെന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്നെ വിട്ടാൽ മതി. അപ്പോൾ അവർക്ക് വിശ്വാസമായി. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഷാലോമിൻ്റെ ബാഗ്. ആ ബാഗൊക്കെ വലിച്ചു കീറി അതിൻ്റെ ഉള്ളിലുള്ള പുസ്തകങ്ങളും വെള്ളമൊക്കെ 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. പോകാൻ നേരത്ത് ഒരൊറ്റ ഇടിയും കൂടി തന്നിരിക്കും. അപ്പോൾ ഇനി നിന്ന് കൊടുത്ത മുഴക്കം ശരിയാവില്ല എന്ന് തോന്നി. ഞാൻ അങ്ങനെ മെറ്റലിൻ്റെ മുകളിൽ കൂടെ അങ്ങ് വീണു. കുറച്ച് മനഃപൂർവ്വം അഭിനയിച്ചതാണ്. വീണ് കുറച്ചു നേരം കണ്ണടച്ച് കിടന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവരെ കാണാനില്ല. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി, അവർ പോയി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എഴുന്നേറ്റ് കരയ്ക്ക് വരുന്നപ്പോൾ ഒരു കുടിലിലെ ഒരു 1-2 സ്ത്രീകളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു കുപ്പി വെള്ളം കുടിക്കാൻ തന്നു, കസേരയിട്ട് തന്നു. 2 കുപ്പി വെള്ളം കുടിച്ചു. എന്നിട്ടും ദാഹം മാറിയില്ല. എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ പറഞ്ഞയക്കാം. അപ്പോഴേക്കും അവരുടെ ഭർത്താവ് വന്നു. ഈ മനുഷ്യന് ഇങ്ങനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 3 ഒറ്റ രൂപയുള്ളൂ, എനിക്കൊരു 10 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ടൗണിൽ പോയി ചെന്നോളാം, പള്ളിയിലെത്തിക്കോളാം, പിന്നെ നിങ്ങൾ എനിക്ക് പേടിയൊന്നുമില്ല, അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ 10 രൂപ കയ്യിൽ വെച്ച് ഞാൻ പള്ളിയിൽ ചെന്നു. അച്ഛനെ കണ്ടു. ആ തമിഴ് പള്ളിയിൽ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രദറെ, സുവിശേഷ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ നമുക്കുണ്ടാകാം. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. ബ്രദർ അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഉടനെ നാട്ടിലേക്ക് പോവുക, ഒരു നല്ല ചികിത്സ തേടുക. പോകാനുള്ള ഏർപ്പാടെല്ലാം അച്ഛൻ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ ശത്രുക്കളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ഈ സഹനം സുവിശേഷ വേലയുടെ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഒരു പുതിയ അനുഗ്രഹം നിങ്ങളെ ദൈവം കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ വന്ന് ഒരു ആയുർവേദ വൈദ്യനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വൈദ്യൻ പറഞ്ഞു, ബ്രദറിൻ്റെ ചികിത്സ ഞാൻ സൗജന്യമായി ഏറ്റെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ചികിത്സ കഴിയുന്നതിനോടുകൂടി തന്നെ ഒരു ധ്യാനഗുരു, അദ്ദേഹം ഹോളി ലാൻഡിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്, ധ്യാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. അച്ഛൻ പറഞ്ഞു, വർഗീസേറിന് കൂടെ പോരാൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഹോളി ലാൻഡ് സൗജന്യമായിട്ട് കാണാനുള്ളൊരു അവസരം തരാം, എൻ്റെ കൂടെ പോന്നാൽ മതി. വചനപ്രഘോഷണമാണ് നമ്മുടെ ശുശ്രൂഷ, വേറൊരു കാഴ്ച നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി ദൈവം നൽകിയ സമ്മാനം അതായിരുന്നു. 9 ദിവസം ഈജിപ്ത്, ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീൻ എന്ന പഴയ നിയമ പുതിയ നിയമ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു. ദൈവം എനിക്ക് കാത്തുവെച്ച സമ്മാനം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഓരോ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വലിയ സമ്മാനമുണ്ട്
എന്ന് നാം തിരിച്ചറിയണം. ഈ സമ്മാനം തിരിച്ചറിയാൻ ദൈവം നമ്മെ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഈ സഹനങ്ങൾ സന്തോഷത്തോടു കൂടി ദൈവകരങ്ങളും സ്വീകരിക്കണം. എൻ്റെ ഭാര്യ ഈ അടിയും വിടിയും തൊഴിയും എല്ലാം ഉള്ളിൽ സ്വീകരിച്ച് സഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ മാനസാന്തരം എന്ന് ഞാൻ അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ മൂത്ത മകള് സിസ്റ്ററാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവൾ സിസ്റ്ററായി. അൽഫോൻസമ്മയോടാണ് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത്. അൽഫോൻസമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ അൽഫോൻസമ്മയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എൻ്റെ മകളെ വത്തിക്കാനിലേക്ക് കൊണ്ടുപോയി. ആ ശുശ്രൂഷയിൽ അവിടെ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു, ഇൻ്റർപ്രറ്ററായിരുന്നു. ഇതിനുള്ളിലെല്ലാം കർത്താവ് അവളെ ഉപയോഗിച്ചു. മാത്യു നായക്കമ്പറമ്പത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ സന്ദേശം പറഞ്ഞിരുന്നു. ഇന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് പോപ്പിൻ്റെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു. ലോകത്തിലെ ഒരുപാട് അതിർത്തികളിലേക്ക്, ഇംഗ്ലണ്ട്, ജർമ്മനി തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവൾ പോകാൻ ദൈവം അവളെ അനുവദിച്ചു. ഇപ്പോഴും അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യത്തെ 2 കൊല്ലം കുട്ടികളുണ്ടായില്ല. ഉടനെ ഒരു ധ്യാനത്തിന് പറഞ്ഞയച്ചു. മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിന് അവർ 2 പേരും പറഞ്ഞയച്ചു. ധ്യാനം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഗർഭമുണ്ടായി. ആ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ ഒരു നല്ല ആൺകുട്ടിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, നീ ഈ തന്ന കുഞ്ഞിനെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളർത്താൻ ഒരു പുരോഹിതനായിട്ട് വരാൻ വേണ്ടി നീ ഇപ്പോഴേ പ്രാർത്ഥന ആരംഭിക്കണം. അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇനി രണ്ടാമതൊരു ആൺകുട്ടീനെ കിട്ടിയില്ലെങ്കിലോ, ഈ ദേഹം മത്തനായി പോയാലേ. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ മനസ്സാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ നിൻ്റെ മനസ്സ് കൊടുത്തുകൊണ്ട് നിൻ്റെ ആഗ്രഹം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അപ്പച്ചൻ നിന്നോടൊരു പ്രവചനം പറയുകയാണ്. ആ പ്രവചനം ഇതാണ്: നിൻ്റെ അടുത്ത ഗർഭം ധരിക്കുമ്പോൾ നിൻ്റെ ഗർഭത്തിൽ 2 ആൺകുട്ടികളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ മകന് 3 വയസ്സായി. രണ്ടാമത്തെ ഗർഭിണിയായി. 5 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 2 കുട്ടികളും ആൺകുട്ടികളാണ്, അത് പ്രസവിക്കുമ്പോൾ നിനക്ക് കാണാമെന്ന് പറഞ്ഞു. അവർ പ്രസവിച്ചു. ഇപ്പോൾ ഇരട്ട കുട്ടികൾക്ക് 2.5 വയസ്സായി. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദയവ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടച്ചു പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് ഒഴുകുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി മാറുന്ന അനുഭവം, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണങ്ങളായി മാറുവാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യ ശുശ്രൂഷ വഴി ഒരുപാട് ശുശ്രൂഷകർ സഭയ്ക്കുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിലവിലുള്ള ശുശ്രൂഷകരെല്ലാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ തക്കവിധം കൃപയുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ലോകം മുഴുവനുമുള്ള സകല ജനത്തെയും ദൈവ ശുശ്രൂഷയെ വളർത്തുവാൻ സാധിക്കട്ടെ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, യേശുവേ, നീ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ആശീർവദിക്കണമേ. ദൈവമേ, സ്തോത്രം. കർത്താവേ, യേശുവേ, നന്ദി, ഈശോയേ, നന്ദി, ഈശോയേ, നന്ദി, ഈശോയേ, നന്ദി, ഈശോയേ, നന്ദി. നമുക്ക് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി തിരുക്കുടുംബത്തിൻ്റെ വിവേകമുള്ള കാവൽക്കാരനായ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ പേരിന് കാരണപുത്രായ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി സകല മാലാഖമാരോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.